കാസർഗോഡ് നിന്ന്. ഇനി പിണറായി വിജയൻ സർക്കാരിന്റെ വാർഷികമാണെന്ന് 2016 മെയ് 25-നാണ് പിണറായി വിജയൻ നയിച്ച ആദ്യ മന്ത്രിസഭ അധികാരമേറ്റത്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റത് 2021 മെയ്യിലാണെങ്കിലും വാർഷികാഘോഷങ്ങൾ ജൂൺ 4-ന് ശേഷം മതിയെന്നാണ് നിലവിലെ തീരുമാനം. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിലാണ് ഈ തീരുമാനം. ബാർക്കോഴ ആരോപണത്തിൽ സർക്കാർ വിജിലൻസ് അന്വേഷണം ഉടൻ പ്രഖ്യാപിച്ചേക്കും. ആരോപണം ഉയർന്നതിന് പിന്നാലെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് DGPക്ക് പരാതി നൽകിയിരുന്നു. അതേസമയം ഊമക്കത്ത് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു. VV വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. മന്ത്രി എം പി രാജേഷ് നൽകിയ പരാതി DGP ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. പണപ്പെരുവ് ആരോപണത്തിന് പിന്നാലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. അന്വേഷണ രീതി ക്രൈംബ്രാഞ്ച് മേധാവി തീരുമാനിക്കും. വിനോദ്, ഗുഡ് മോർണിംഗ്. ഈ പുതിയ ബാർക്കോഴ ആരോപണം അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകുന്ന സാഹചര്യമാണ്. അതിൽ പൂർണ്ണമായും കൈകൾ ശുദ്ധമാണ് എന്നുള്ള നിലപാടിലാണോ LDF? ഒപ്പം സർക്കാരും സധൈര്യത്തോടുകൂടി തന്നെ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാം, അത്തരത്തിൽ ഈ ആരോപണം അത് പൊള്ളയാണ് എന്ന് തെളിയിക്കുക എന്നുള്ള ഒരു നിലപാടിലാണോ പോകുന്നത്? എൽദോ, ഗുഡ് മോർണിംഗ്. ഏതായിരുന്നാലും സർക്കാരിൻ്റെ വാർഷികം ആഘോഷിക്കാനുള്ള ആ ഒരു സമയത്ത് വലിയ തലവേദനയാണ് ഉണ്ടായിരിക്കുന്നത്. ബാർക്കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ UDF-നെയാണ് ബാർക്കോഴ പിടിച്ചുലച്ചതെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ആരോപണം LDF നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തന്നെയാണ് വലിയ വിവാദമായി നിൽക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ഇതൊരു അന്വേഷണത്തിലേക്ക് പോകുന്നതാണ് സർക്കാരിനെ സംബന്ധിച്ച് ഉചിതം. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം MP രാജേഷ് പരാതി നൽകുന്നു DGPക്ക്. ആ പരാതി ക്രൈംബ്രാഞ്ചിനാണ് കൈമാറിയത്. ഒരുപക്ഷെ വിജിലൻസ് അന്വേഷിക്കുമെന്ന് കരുതിയിരുന്നു, പക്ഷേ ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇനി ക്രൈംബ്രാഞ്ച് അന്വേഷണമാകും ഉണ്ടാവുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഈ അന്വേഷണ രീതി എങ്ങനെ വേണമെന്ന കാര്യം ക്രൈംബ്രാഞ്ച് മേധാവി തീരുമാനിക്കും. മാത്രവുമല്ല, എക്സൈസിന് ഇതിനകം തന്നെ ഒരു ഊമക്കത്ത് ലഭിച്ചിരുന്നു. ഈ ബാറുടമകളുടെ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന പിരിവ്, അത് ഭീകരമായ പിരിവ് നടക്കുന്നു എന്നത് സംബന്ധിച്ച്, അത് കോഴ കൊടുക്കാനാണ് എന്നത് സംബന്ധിച്ചുള്ള കത്ത് എക്സൈസ് ആസ്ഥാനത്തേക്ക് എത്തുകയും എക്സൈസിൻ്റെ ആഭ്യന്തര വിജിലൻസിന് കൈമാറുകയും ചെയ്തു. അവർ ഇതിനകം തന്നെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഒരുപക്ഷെ ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടി ആവശ്യമുണ്ട് എന്ന നിലയ്ക്കുള്ള ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. BJP നിലപാട് ഇതിൽ നിർണായകമാകും. ഏത് തരത്തിലാകും ഈ നിലപാട് സ്വീകരിക്കുക എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ ഇതുവരെയും ഈ ആരോപണം ഉന്നയിച്ചതല്ലാതെ നിയമപരമായ ഒരു കാര്യത്തിലേക്ക് BJP പോകുന്നതായ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. സർക്കാരിനെ സംബന്ധിച്ച് ഇത് വലിയ വെല്ലുവിളി തന്നെയാണ്, തലവേദന ആകാൻ പോകുന്ന കാര്യം തന്നെയാണ്. കാരണം ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞാണ് ബാറുടമകൾ ഈ പിരിവ് നടത്തിയതെങ്കിലും സംഘടനയ്ക്കുള്ളിലെ കാലങ്ങളായി നിൽക്കുന്ന തർക്കം, പ്രത്യേകിച്ച് ഈ പിരിവുമായി ബന്ധപ്പെട്ട് ഭീകരമായി പൈസ പിരിക്കുന്നു എന്ന ആരോപണമാണ് നിലനിൽക്കുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഒരു ബാറുടമയിൽ നിന്ന് 3 ലക്ഷം രൂപ വീതം വാങ്ങി എന്ന ചില വെളിപ്പെടുത്തലുകൾ, ചില വിവരങ്ങൾ. അതിന് പുറമെ ആഴ്ചകൾ പിന്നിടുമ്പോൾ തന്നെ വീണ്ടും 2.5 ലക്ഷം രൂപ എന്ന കാര്യം. ഈ 3 ലക്ഷം രൂപ വാങ്ങിയത് കോഴ കൊടുക്കാനാണ്, ഫണ്ടിലേക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. എന്നാൽ ആ തിരഞ്ഞെടുപ്പ് ഫണ്ട് എത്തേണ്ടടുത്ത് എത്തിയില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം 3 ലക്ഷം രൂപ വീതം പിരിച്ചിട്ടും വീണ്ടും 2.5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതാണ് ഈ ബാറുടമകളെ ചൊടിപ്പിച്ച ഒരു വിഭാഗം. പലരും 1-2 ബാറുള്ള ആളുകളുണ്ട്, 5-ലധികം ബാറുള്ള ആളുകളുണ്ട്. ഈ ചെറിയ ഉടമകൾ, അതായത് 1-2 ബാറുള്ളവർക്ക് ഇത്രയും വലിയ തുക നൽകുന്നത്, അടിക്കടി തുക നൽകുന്നത് തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. മാത്രവുമല്ല, ഈ ഫെഡറേഷൻ്റെ നേതൃത്വത്തിലുള്ളവർ അവർ ഈ വഴിവിട്ട ഇടപാടുകൾ ഇങ്ങനെ പിരിക്കുകയും ആ പണം എത്തേണ്ടടുത്ത് എത്താതിരിക്കുകയും ചെയ്യുന്നു. അവർ ഈ പണം കൈക്കലാക്കുന്നു എന്ന ആരോപണം. ഏറ്റവും ഒടുവിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റിൻ്റെ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുമ്പോൾ അതിൻ്റെ ആ ദിവസം നടന്ന യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ടായി. മാത്രവുമല്ല, നേതൃത്വത്തിലുള്ള ആളുകൾ സർക്കാരിനെ സർക്കാരിലെ ചില ആളുകളെ സ്വാധീനിച്ച് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് പ്രസിഡന്റിനെതിരെയും ട്രഷററിനെതിരെയുമാണ് ഈ ആരോപണങ്ങൾ. അവരുടെ ബാറുകൾക്കടുത്തുള്ള ബെഫ്കോയുടെ ഔട്ട്ലെറ്റുകൾ പോലും മാറ്റിക്കൊണ്ടു പോകുന്നു. അവർ ഈ തരത്തിലുള്ള സ്വാധീനം ഉപയോഗിക്കുന്നു. LDF യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ബാറുടമ, അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രതിനിധിയായാണ് പങ്കെടുക്കുന്നത്.
അദ്ദേഹം ഈ സ്വാധീനം ഉപയോഗിച്ച് അദ്ദേഹത്തിന് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. മറ്റ് ബാറുടമകൾ ഈ പണം കൊടുത്ത് മുടിയുന്നു എന്ന ഒരു പരാതി, ഈ തമ്മിലടി തന്നെയാണ് ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം. ഏതായിരുന്നാലും സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇന്നിപ്പോൾ UDF ഏകോപന സമിതി ചേരുന്നുണ്ട്. രാവിലെ 10:30 മണിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിലാണ്. പ്രതിപക്ഷം ഇത് സർക്കാരിനെ അടിക്കാനുള്ള ഒരു വഴിയാക്കി തന്നെ എടുത്തിരിക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ, KM മാണിയുടെ സമയത്ത് നോട്ടം നിന്ന് യന്ത്രം എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ, അതിപ്പോൾ ആ യന്ത്രം ഇപ്പോൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ അടിക്കാനുള്ള കൃത്യമായ ഒരു വടിയായി ഈ വിഷയത്തെ പ്രതിപക്ഷം മാറ്റിയിട്ടുണ്ട്. എൽദോ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷം അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണ്. ഇനി ബാർക്കോഴ ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ തുടർ പ്രതിഷേധ പരിപാടികൾ ചർച്ച ചെയ്യാൻ UDFന്റെ ഏകോപന സമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. വിനോദ്, ഈ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ പ്രതിപക്ഷം ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. ഈ ഉടൻ തന്നെ അന്വേഷണത്തിന് തീരുമാനമെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നു. പ്രതിപക്ഷത്തിന് ഈ അന്വേഷണത്തിന് സർക്കാർ തയ്യാറായി എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ അടുത്തൊരായുധം, അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും? എൽദോ, ഇപ്പോൾ ഈ ഫെഡറേഷന്റെ, അതായത് ബാറുടമകളുടെ സംഘടനയുടെ നേതൃത്വം വിശദീകരിക്കുന്ന തിരുവനന്തപുരത്ത് അവർക്ക് ഒരു ബിൽഡിംഗ് വേണമെന്ന് ആലോചിക്കുകയും ആ ബിൽഡിംഗ് ഫണ്ടിന് വേണ്ടിയുള്ള പിരിവാണ് നടത്തിയത്. ഇതിനകം തന്നെ 4.5 കോടി രൂപ പിരിച്ചു. 6 കോടി 10 ലക്ഷം രൂപ വരെ ചിലവുള്ള കാര്യമാണ്. 3 കോടി രൂപ വരെ ഇതിനകം തന്നെ ആ സ്ഥല ഉടമയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് ചിലവഴിച്ചു എന്ന കാര്യമൊക്കെയാണ് വിശദീകരിക്കുന്നത്. പക്ഷേ ഇതിൽ ഒരു വിഭാഗം, ബാറുടമകളിൽ ഒരു വിഭാഗം ഇടഞ്ഞു നിൽക്കുകയാണ്. കാരണം ഈ പറയുന്ന കണക്കുകളൊന്നും തന്നെ ശരിയല്ല. ബിൽഡിംഗ് ഫണ്ട് പിരിക്കുന്നത് വേറെയാണ്, തിരഞ്ഞെടുപ്പ് ഫണ്ട് ഈ സർക്കാരിനോ അല്ലെങ്കിൽ LDFലെ പാർട്ടികൾക്കോ നൽകേണ്ട വിഹിതം എന്ന നിലയ്ക്ക് വേറെ പിരിക്കുന്നു. ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളും വിശദീകരണങ്ങളുമാണ് ഈ ബാറുടമകളുടെ സംഘടനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തെറ്റി നിൽക്കുന്ന ആളുകൾ ഇത്തരം ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് ഇവർക്കിടയിലെ ഭിന്നിപ്പ് അതൊരു വലിയ തലവേദനയായി മാറി എന്ന് പറയാതെ തരമില്ല. മാത്രവുമല്ല, ഈ MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ തുക വാങ്ങിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന കാര്യം വിശദീകരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ മറ്റ് ഏജൻസികളുടെ അന്വേഷണം അതിനുള്ള സാധ്യതയാണ്. ഈ ഓഡിയോ സന്ദേശം പുറത്ത് വിട്ടവർ തന്നെ അത് കൃത്യമായ ആലോചനയോടുകൂടിയാണ് വിവാദമുണ്ടാക്കുക എന്നത് ബോധപൂർവം ആലോചിച്ച് തന്നെയാണ് അവർ പുറത്തുവിട്ടത്. പക്ഷേ അവരുടേതായ വിശദീകരണമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: തുടരെയുള്ള പണപ്പിരിവ്. അതുകൊണ്ട് തന്നെ ഈ ഓഡിയോ പുറത്തുവിട്ട ആളുകൾ ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എന്ന നിലയ്ക്ക് കൂടി കാര്യങ്ങളെ കൊണ്ടുപോകും. അങ്ങനെയെങ്കിൽ ഈ സംഘടനയ്ക്കുള്ളിൽ എത്ര തവണയാണ് പിരിവ് നടന്നത്, എത്ര രൂപയാണ് പിരിച്ചത്, അതെങ്ങനെയാണ് ചിലവഴിച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം മറുപടി പറയേണ്ടി വരും. ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് വിടുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു ഏജൻസിയാണ്. അത് എത്രമാത്രം വിശ്വാസത്തിലെടുക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷം അതിനെ എങ്ങനെയാവും കാണുക, പ്രത്യേകിച്ച് BJP അതിനെ എങ്ങനെ കാണും, BJP ഇതിൽ നിയമപരമായോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന ഘടകം സമീപിക്കുകയോ പരാതി കൊടുക്കുകയോ ഇക്കാര്യത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയോ ചെയ്യുമോ എന്നതാണ് ഇനി മനസ്സിലാക്കേണ്ട കാര്യം. ഈ ബാറുടമകളുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവർക്കിടയിൽ വലിയ ഭിന്നത ഉണ്ടായിരുന്നു. 800ഓളം ബാറുകളാണ് സംസ്ഥാനത്തുള്ളത്. ഏതാണ്ട് 500ഓളം ഉടമകളുണ്ട്. ഒരു ബാർ ഉള്ള ആളുകളുണ്ട്, ഒന്നിൽ കൂടുതൽ ഉള്ളവരുണ്ട്, 5-ലധികം ബാറുകൾ ഉള്ള ആളുകളും ഒക്കെയുണ്ട്. ഏതാണ്ട് 500ഓളം ബാറുടമകൾ. ഇവർ ഓരോ ബാറിനും നൽകേണ്ട തുക, അത് ഈ ചെറിയ ഉടമകൾ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ വ്യവസായം നടത്തുന്ന അവരെ സംബന്ധിച്ച് വലിയ ഭീമമായ തുക നൽകുന്നത് താങ്ങാനാവുന്നില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോൾ സമയം നീട്ടിക്കൊടുക്കുക, ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടുക, ഡ്രൈ ഡേ ഒഴിവാക്കി കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് ബെപ്കോയെ സംബന്ധിച്ചും മെച്ചമുള്ള കാര്യമായാണ് വിലയിരുത്തുന്നത്. കാരണം പ്രതിദിനം 50 കോടി രൂപയുടെ വിൽപ്പനയാണ് ബെപ്കോയ്ക്ക് നടക്കുന്നത്. അതുപോലെ ബാറുകൾക്കും ആ വിൽപ്പന നടക്കുന്നുണ്ട്. ഡ്രൈ ഡേയിൽ സാധാരണ നിലയിൽ മദ്യത്തിൻ്റെ ഒഴുക്ക് തടയാനാകുന്നോ എന്ന് ചോദിച്ചാൽ ബ്ലാക്കിൽ വിൽക്കുന്നു എന്നത് തന്നെ നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടായി വന്നതാണ്. ഡ്രൈ ഡേ നടത്തിയതുകൊണ്ട് കാര്യമായ പ്രയോജനമില്ല. മാത്രവുമല്ല, രാസലഹരിയുടെ ഉപയോഗം കൂടുന്നുവെന്ന എക്സൈസിൻ്റെയൊക്കെയും വിലയിരുത്തലുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാകും മദ്യനയത്തിൽ അന്തിമമായ ഒരു രൂപം കൊണ്ടുവരിക. ഏതായിരുന്നാലും ഈ പിരിവ് സംബന്ധിച്ചുള്ള തർക്കം അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ തലവേദനയായിരിക്കുകയാണ് എന്നതിൽ തർക്കമില്ല. ഓക്കെ,